മാസത്തിലൊരു ചെറിയ മൗലൂദൊക്കെ പെരയിൽ നടക്കണം. പുറത്തുനിന്ന് ആരും ഇല്ലെങ്കിൽ വേണ്ട, പാപ്പി മക്കളും കൂടി ഓതിയാൽ മതി. എന്തായാലും ഇടയ്ക്കൊക്കെ നമ്മൾ പിന്നെ ബ്രോസ്റ്റും പിന്നെ അൽഫാമും ഒക്കെ വാങ്ങുമല്ലോ. അന്ന് ഒരു ഹദീസ് മങ്കൂസ് മൗലൂദ് മുത്തുനബിനെ പെരയിൽ ഇങ്ങനെ പറയണം. വണ്ടിയിൽ എല്ലാവരും കൂടി ഒരിക്കലും പോകുമ്പോൾ നമ്മൾ എന്തായാലും പാട്ടിടും. മധുഹുൻ നബി ആയിരിക്കണം അത് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിൽ സുന്നത്തിനെയും ഇത്തിബായിനെയും പാലിക്കണം. അത് മക്കളെ ബോധ്യപ്പെടുത്തണം. അങ്ങനെ പുണ്യനബി ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഗതിയായി കുട്ടികൾക്ക് മാറിയാൽ ഈമാൻ സംരക്ഷിക്കപ്പെടും. രണ്ടാമത്തേത് ഇൽമിൻ്റെ സംരക്ഷണമാണ്. ഇൽമിൻ്റെ സംരക്ഷണം എന്ന് പറഞ്ഞാൽ ഭൗതിക തലം ഉയരുന്നതിനനുസരിച്ച് ആത്മീയ തലത്തെ ഉയർത്തിക്കൊണ്ടുവരലാണ്. ദീനിയായ ഇൽമുമായി ചെറിയ ഒരു ബന്ധം നിലനിർത്തണം. ഭൗതിക വിജ്ഞാനം പഠിക്കുമ്പോൾ ഒന്നും പഠിക്കണില്ലെങ്കിൽ കുഴപ്പമൊന്നും പറ്റൂല. പഠിക്കണുണ്ടോ മതവിദ്യാഭ്യാസവുമായി ചെറിയൊരു ബന്ധം നിലനിർത്തണം. അതൊരു ഉസ്താദിനായിട്ടുള്ളൊരു ബന്ധം നിലനിർത്തിയാലും മതി, ഒരു ഓൺലൈൻ കോഴ്സ് ചേർന്നാലും മതി, ഒരു കോളേജിൽ ഒരു പള്ളി ദർസിൽ സുബഹിക്കെങ്കിലൊന്നും പോയാലും മതി. അങ്ങനെ എന്തെങ്കിലും ദീനിയായ ഉലൂമുമായി ബന്ധം നിലനിർത്തിയില്ലെങ്കിൽ ഭൗതിക തലം വരുന്നതിനനുസരിച്ച് ആത്മീയ തലം വളരാതെയാവും.